ചെർപ്പുളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാക്കി ബിജെപി. റോഡിന്റെ അടിയന്തര നവീകരണം ആവശ്യപ്പെട്ട് ബിജെപി ചെർപ്പുളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട സമരം സംഘടിപ്പിച്ചു. പ്ലക്കാർഡ് ഉയർത്തിയും യാത്രക്കാരിൽ നിന്ന് ഒപ്പ് ശേഖരണം നടത്തിയുമാണ് പ്രതിഷേധം നടന്നത്. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി ജില്ലാ കമ്മിറ്റി ആരംഭിച്ച സമരത്തിന്റെ തുടർച്ചയായാണ് ബിജെപി ചെർപ്പുളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട സമരം സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം കിഴൂർ റോഡിൽ നടന്ന പ്രതിഷേധ പരിപാടി ബിജെപി വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ.പി. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. റോഡിന്റെ ദുരവസ്ഥയിൽ ഷൊർണൂർ എം.എൽ.എ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വിഷയം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ബിജെപി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പി മമ്മിക്കുട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നുവരെ ഏത് റോഡാണ് ഗതാഗത യോഗ്യമായിട്ടുള്ളത്? വളരെയധികം രൂക്ഷമായി ജനവികാരം വരുന്ന സമയത്ത് എന്തെങ്കിലും പൊടിക്കറ നടത്തി പണി തുടങ്ങുന്നു, പണി നിർത്തി വെച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി പണി തുടങ്ങും. പിന്നീടും അത് വീണ്ടും ദുരവസ്ഥയിലേക്കാണ് വരുന്നത്. ഒരു റോഡ് പണിക്ക് എത്ര വർഷം വേണം? 3 വർഷം കൊണ്ട് ഏതാണ്ട് 2-3 കിലോമീറ്റർ അപ്പുറമുള്ള റോഡ് നേരാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ ഇവരെ വിശ്വസിക്കുക? PWDയുടെ എങ്ങനത്തെ എല്ലാ നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ റോഡ് പണികൾ നടക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ 3-3.5 വർഷം കൊണ്ട് ഇവർക്ക് ഈ റോഡ് പണി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ രീതിയിൽ അപാകതയുണ്ട്, കുറ്റകരമായ അനാസ്ഥയാണ്. ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് അടിയന്തരമായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. അത് നിയമപരമായും ഞങ്ങൾ പോവും, സമരപരമായും ഞങ്ങൾ മുന്നോട്ട് പോകും. റോഡ് നവീകരണത്തിന്റെ കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ദുരൂഹത നിറഞ്ഞതാണെന്ന് ബിജെപി നേതാവ് പി ജയൻ ആരോപിച്ചു. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ അശാസ്ത്രീയമായ പ്രവർത്തികൾ നടക്കുമ്പോഴും എം.എൽ.എ. ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മൗനം പാലിക്കുകയാണെന്നും ഊരാളുങ്കൽ ഏറ്റെടുത്ത പദ്ധതികളിൽ കമ്മീഷൻ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. ഊരാളുങ്കലിനെ സംബന്ധിച്ച് ഊരാളുങ്കൽ ഏറ്റെടുത്ത പല പ്രവൃത്തികളും PR വർക്ക് നടത്തിക്കൊണ്ട് വളരെ മികച്ച ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു കമ്പനിയാണെന്ന് ഒരു പ്രചരണം നടത്തിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തോളം ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പല വർക്കുകളും, ഒരു ടെൻഡർ പോലും വിളിക്കാതെ പല വർക്കുകളും ഏറ്റെടുക്കുക, ഒരു ദുരൂഹത നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് ഊരാളുങ്കൽ കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് കേരളത്തിലുടനീളം പല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഇവിടെ ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിനെ സംബന്ധിച്ച് ഇത്രയും വർഷങ്ങളായിട്ടും അശാസ്ത്രീയമായ രീതിയിൽ, ക്രമരഹിതമായ രീതിയിൽ ഒക്കെ പ്രവർത്തനം നടക്കുമ്പോഴൊന്നും തന്നെ MLA ഉൾപ്പെടെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളൊന്നും തന്നെ ക്രിയാത്മകമായി അതിനെതിരെ പ്രതികരിക്കാനോ കൃത്യസമയത്ത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കുന്നതിനോ ഒന്നും തന്നെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ജനകീയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും വരുന്ന സമയത്ത് MLAയുടെയൊക്കെ ചില പ്രഖ്യാപനങ്ങൾ വരും. ഉടൻ ഈ മാർച്ചിൽ പൂർത്തിയാക്കും, 2 മാസത്തിനകം പൂർത്തിയാക്കും, 1 മാസത്തിനകം പണി തുടങ്ങും എന്നുള്ള നിരന്തരം സാധാരണ നടത്തുന്ന പതിവ് പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. ഊരാളുങ്കൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു കമ്പനിയാണ്. ഊരാളുങ്കലിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അടിമുടി കമ്മീഷൻ വ്യവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാരിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശേഖരിക്കുന്ന പൊതുപരാതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കൈമാറുമെന്ന് ബിജെപി നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം കൺവീനർ കെ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ബിജെപി നേതാക്കളായ ടി കൃഷ്ണകുമാർ, പി ബാലസുബ്രഹ്മണ്യൻ, വാസവി രാജു, ബി കൃഷ്ണകുമാർ, അജീഷ്, വൈശാഖ് മനു, വിപിൻ പുളിങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളും ദ്വിവർഷ ലാറ്ററൽ എൻട്രി കോഴ്സുകളും AICTEയുടെയും SPTയുടെയും അംഗീകാരത്തോടെ നൽകപ്പെടുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ജോബ് ഓറിയന്റഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ്, CAD കോഴ്സുകൾക്ക് പ്രത്യേക ട്രെയിനിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ടെക് ഫെസ്റ്റുകൾ, അത്യാധുനിക ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്നു തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെർപ്പുളശ്ശേരി.